കേരളം ഞെട്ടിത്തെറിച്ചുപോയ, കേരളത്തെ നടുക്കിയ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി നാളെയാണ്. 7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസിൽ വിധി പറയുക. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരാകും. നിയമ പോരാട്ടം വിജയം കാണുമെന്ന് അതിജീവിതയുടെ അഭിഭാഷിക TB മിനി പ്രതികരിച്ചു. ഞങ്ങളെല്ലാ പ്രതികൾക്ക് ശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കാരണം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം തെളിവുകൾ ഞങ്ങൾ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. കുറ്റകൃത്യം നടന്നു എന്നും കുറ്റകൃത്യത്തിൽ ഇന്ന ആളുകളെ പങ്കെടുത്തതെന്നും അവരെ രക്ഷിക്കാൻ ആരും നോക്കിയിട്ടില്ല. 8ാം പ്രതി വന്നപ്പോഴാണല്ലോ ഈ കോൺസ്പിറസിയുടെ ഭാഗം വരികയും അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കേസിന് ഇത്രയധികം നീണ്ടുപോകാനുള്ള ഒരു കാരണം ഉണ്ടായത്. ഇത് ഞാൻ 8ാം തീയതി പറയാം. എനിക്ക് ഇതുവരെ പറയാനായിട്ടുള്ള എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം കോടതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. ഞാൻ ആ കോടതിയിൽ കേസിൽ ഇരിക്കുന്ന ഒരു ആളെന്നല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ ആ അറിവെല്ലാം പറയാൻ ഇപ്പം എനിക്ക് സ്വാതന്ത്ര്യമില്ല. തന്നെ അറിയില്ലെന്ന് ദിലീപിന്റെ വാദം തള്ളുകയാണ് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി. സുനി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ പ്രതീഷ് കുറുപ്പ് പറഞ്ഞു. ഒരു പങ്കുമില്ല പൾസർ സുനിക്ക്. പൾസർ സുനിയെ തെറ്റിദ്ധാരണയുടെ പേരിൽ അവനെ കുടുക്കിയതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. സുനിക്കെതിരെ പ്രോസിക്യൂഷൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ആർഗ്യുമെന്റ് നോട്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട്, ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. സുനിക്കെതിരെ ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ കേസ്. അല്ല, ദിലീപിനെ പരിചയമില്ല എന്ന് പറയുന്നില്ല. കാരണം മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി ഒരുപാട് വർഷം. ഫിലിം ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ്. ദിലീപിനെ പരിചയമില്ല എന്ന് ഞങ്ങൾക്ക് ഒരു കേസും ഇല്ല. ഉറപ്പായിട്ടും മേൽക്കോടതിയെ സമീപിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര മേളിലോട്ട് പോകണമെങ്കിലും അതെല്ലാം ചെയ്തിരിക്കും, ഒരു സംശയമില്ല. അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊട്ടേഷൻ ഗൂഢാലോചന നടന്നത് 8 ഇടങ്ങളിലെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നു. വിഷ്ണു, അങ്ങനെ അട്ടിമറി നീക്കങ്ങൾ, മൊഴികൾ, മൊഴിമാറ്റങ്ങൾ, തെളിവ് നശിപ്പിക്കൽ എന്നുള്ള ആരോപണങ്ങൾ, എന്തിന് ജഡ്ജിയെ തന്നെ അവിശ്വാസം രേഖപ്പെടുന്ന അതിജീവിതയുടെ സുപ്രീം കോടതി നീക്കങ്ങൾ, അങ്ങനെ 7.5 വർഷം ഈ കേസിൽ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഇവന്റ്ഫുൾ ആയ 7.5 വർഷങ്ങൾ. അതിനുശേഷം കേരളം കാത്തിരിക്കുന്ന വിധി നാളെ എപ്പോൾ പ്രതീക്ഷിക്കണം വിഷ്ണു? ഹാഷ്മി, ഒരു സിനിമാ കഥയെ വെല്ലുന്നതിനപ്പുറത്തുള്ള ടേൺ ആൻഡ് ട്വിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ സങ്കീർണമായ നിയമവശങ്ങൾ, വിചാരണ കോടതി മുതൽ രാഷ്ട്രപതിയുടെ ഓഫീസ് വരെ എത്തിയ ഒരു കേസ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി നാളെ രാവിലെ ഒരു 11 മണിയോടുകൂടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. 8ാം പ്രതി ദിലീപ് അടക്കമുള്ള 10 പേരും കോടതിയിൽ നേരിട്ട് ഹാജരാകും. അതിനിടയിലാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ പുറത്തേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ ദിലീപിനെ പ്രതി ചേർത്ത ശേഷം ദിലീപ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൃത്രിമമായി ഉണ്ടാക്കുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ADGP സന്ധ്യ, മഞ്ജു വാര്യർ, അതോടൊപ്പം ദിലീപിനെതിരെ സംസാരിച്ച ആളുകൾ, അവരുടെയൊക്കെ വ്യാജ പ്രൊഫൈലുകൾ ആഡ് ചെയ്യപ്പെടുന്നു. അവർ തമ്മിൽ പരസ്പരം ചാറ്റ് ചെയ്യുന്നതിൻ്റെ രേഖകളൊക്കെ സ്ക്രീൻഷോട്ടായി പ്രചരിപ്പിക്കാൻ ദിലീപ് ശ്രമിച്ചു. ഇത് മനഃപൂർവ്വമായ ഒരു ശ്രമമാണ്, ഒരു ഇരവാദത്തിന് വേണ്ടി ദിലീപ് ശ്രമിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഒപ്പം ദിലീപ് ആവർത്തിച്ച് പറഞ്ഞത് പൾസർ സുനിയുമായി തനിക്ക് ബന്ധമില്ല എന്നാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് അത് കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടി ഏകദേശം 8ഓളം ഇടങ്ങളിൽ വെച്ച് ദിലീപും അതോടൊപ്പം തന്നെ A1 ആയ സുനിയും തമ്മിൽ നടത്തിയുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. പ്രധാനമായും 3 സിനിമാ ലൊക്കേഷനുകളാണ് ഇതിൽ പറയുന്നത്. അതിലൊന്ന് സൗണ്ട് തോമയാണ്, മറ്റൊന്ന് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, പിന്നൊന്ന് ജോസേട്ടൻസ് പുരം. ഈ ജോസേട്ടൻ പുരത്തിലെ സിനിമാ ലൊക്കേഷനിൽ സുനി എത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന നടന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നത് 2 ഇടങ്ങളിലാണ്. ഒന്ന് അബാദ് പ്ലാസയിലെ 410-ാം മുറി, അവിടെ വെച്ച് ഒരു ഗൂഢാലോചന നടന്നു അമ്മയുടെ ഷോ റിഹേഴ്സലിന്റെ സമയത്ത്. മറ്റൊന്ന് ദിലീപിന്റെ കാരവാനിൽ സുനി എത്തി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതായത് നേരിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഫോണുകളിലൂടെ ബന്ധപ്പെടാതിരിക്കാൻ പരസ്പരം ഇവർ ശ്രമിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പരമാവധി തെളിവുകൾ പ്രോസിക്യൂഷന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ വാദങ്ങൾ. അവരുടെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇതൊക്കെയാണ്. അതൊക്കെ ഇനി എങ്ങനെയാണ് കോടതി പരിഗണിച്ചത്? 7.5 വർഷത്തിനിടയിൽ ഇതെല്ലാം യഥാർത്ഥ തെളിവുകളാണോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് തെളിവുകളാണോ എന്നൊക്കെ കോടതി എങ്ങനെയാണ് പരിഗണിച്ചത്, പരിശോധിച്ചത്, അതിൻ്റെയൊക്കെ ആകത്തുകയായിരിക്കും നാളെ പുറത്തു വരാൻ പോകുന്ന ആ
ആ വിധി എന്തായാലും അതൊരു ചരിത്ര വിധി തന്നെയായിരിക്കും. അത് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയെ വീണ്ടും നമ്മൾ ഈ പോസ്റ്റ് ഹേമ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്തരത്തിലൊരു വിധിയായിരിക്കും വരാൻ പോകുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിജീവിതയാകട്ടെ വലിയ പ്രതീക്ഷയിലാണ്. 7.5 വർഷത്തെ നിയമ പോരാട്ടം അവർ ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നു. ഏറ്റവും ഒടുവിൽ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിക്കൊണ്ട് പ്രസിഡന്റിനെ സമീപിക്കുന്നു. അങ്ങനെ ഒരു വലിയ നിയമ പോരാട്ടം പല ഘട്ടങ്ങളിലും അവർ വീണുപോകുമെന്ന് വിചാരിച്ച ഘട്ടങ്ങളിലൊക്കെ അവർ കരുത്തോടെ നിന്ന് അവർ പോരാടിയ ഒരു അതിജീവന പോരാട്ടത്തിന്റെ കഥ കൂടി ഈ നിയമവ്യവഹാരത്തിലെല്ലാം ഉണ്ട്. അതിന്റെ പ്രതീക്ഷയാണ് അവരുടെ അഭിഭാഷകർ പങ്കുവെക്കുന്നത്. മറിച്ച് പ്രതിഭാഗമാകട്ടെ തങ്ങളെ ഈ പ്രഥമ ദൃഷ്ടിയാൽ പോലും ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നു. ഏത് വാദമായിരിക്കും കോടതി എടുത്തിട്ടുണ്ടാകുക എന്നൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഹാഷ്മി, 261 സാക്ഷികൾ, 142 തൊണ്ടിമുതലുകൾ, അടച്ചിട്ട ആദ്യം അല്ലാതെയുള്ള വിചാരണ, പിന്നീട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, അതിലുള്ള അതിജീവിതരുടെ അവിശ്വാസ പ്രകടിപ്പിക്കലൊക്കെ നമ്മൾ ഈ കാലങ്ങളിൽ കണ്ടിരുന്നു. ഇപ്പോൾ ഈ വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് ഏത് രീതിയിൽ ദിലീപ് ഉണ്ടാക്കിയെന്നാണ്, അതെന്തായിരുന്നു ദിലീപിന്റെ ലക്ഷ്യമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിക്കുന്നത്. വിഷ്ണു, ഹാഷ്മി, ഒരു ഇരവാദം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ദിലീപ് ലക്ഷ്യമിട്ടത്. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് തന്നെ ദിലീപിനെ പൂട്ടണം എന്നുള്ളതായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഈ ADGP സന്ധ്യ, മഞ്ജു വാര്യർ, സിനിമാ മേഖലയിൽ ദിലീപിനെതിരെ സംസാരിച്ച ആളുകൾ, ഈ ഈ പരാതിക്കാരുടെ അഭിഭാഷകരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ നമ്പറുകൾ, അതെല്ലാം വ്യാജ പ്രൊഫൈലുകളാക്കി അവർ തമ്മിൽ പരസ്പരം ചാറ്റ് ചെയ്യുന്നത് സൃഷ്ടിച്ച് ദിലീപിനെ പൂട്ടണം എന്ന രീതിയിൽ ഒരു നരേഷൻ ആ ചാറ്റുകളിൽ നൽകി അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചു. അതായത് താൻ നിരപരാധിയാണ്, ഈ കേസിൽ തനിക്ക് ബന്ധമില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ദിലീപ് ബോധപൂർവമായി നടത്തിയ ഒരു ശ്രമമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് അതിന്റെ രൂപീകരണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അതായത് ഇയാളുടെ ക്രിമിനൽ ബുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ക്രീൻഷോട്ടുകൾ സഹിതം അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് ഈ ക്രിമിനൽ ബുദ്ധി അല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചനയൊക്കെ കൂടുതൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗുണകരമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് ആ സ്ക്രീൻഷോട്ട് സഹിതം അന്വേഷണ സംഘം നിലവിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ താരസംഘടന അമ്മയുടെ പരിപാടിക്കിടയിലാണ് ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം പറയുന്നത് മഞ്ജു വാര്യരാണ്. അതിനെ തുടർന്നുള്ള കേസന്വേഷണം, അതിന്റെ നാൾവഴികൾ, അറസ്റ്റ്, ദിലീപിന്റെ ജയിലിൽ പോക്ക്, ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങൽ, പിന്നീട് കണ്ട ഒരുപാട് ആരോപണങ്ങൾ, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, അങ്ങനെ ഇത്രത്തോളം നാടകീയമായ സംഭവങ്ങൾ, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായ മറ്റൊരു കേസ് സമീപകാല ചരിത്രത്തിൽ കേരളത്തിലുണ്ടോ എന്നറിയില്ല. അതിൻ്റെയൊക്കെ ഒടുവിൽ നാളെ അതിന്റെ വിധി വരാൻ പോവുകയാണ്. വിധി എന്താണ് എന്ന ആകാംക്ഷയിലാണ് കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.